Hello friends, നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് DigiLocker. അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു DigiLocker എങ്ങനെ യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചു DigiLockerൽ എങ്ങനെ ലൈസൻസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ പലരോടും ചോദിച്ചിട്ട് റിപ്ലൈ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിലോട്ട് കിടക്കാം. ആദ്യം നമ്മൾ DigiLocker തുറന്ന് നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ സൈൻ ഇൻ ചെയ്യുക. അതൊക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു 4 നമ്പർ പിൻ നമ്പർ ഉണ്ടല്ലോ, അത് അടിച്ചു കൊടുത്ത് കയറിയതിന് ശേഷം ഈ അപ്ലോഡഡ് എന്ന് പറയുന്ന ആ സെക്ഷനിൽ വരുമ്പോൾ നമുക്ക് ഒരുപാട് രണ്ട് ഫോൾഡേഴ്സ് കാണാൻ പറ്റും. ഒന്ന് മൈ ഡോക്യുമെൻറ്റ്സും പിന്നെ മൈ സർട്ടിഫിക്കറ്റ്, അങ്ങനെ എന്തോ കാണാൻ പറ്റും. അപ്പോൾ ആ 2 ഫോൾഡർ ഡിലീറ്റ് ചെയ്യുക. ആ 2 ഫോൾഡറിലോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചിട്ട് എനിക്ക് സാധിച്ചില്ല. അപ്പോൾ ഞാൻ ആ 2 ഫോൾഡറും ഡിലീറ്റ് ചെയ്തു. ഇങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഈ പ്ലസ് സൈനിൽ പോവുക. പ്ലസ് സൈനിൽ പോകുമ്പോൾ നമുക്ക് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു നെയിം ചോദിക്കും. നമുക്ക് നമ്മുടെ നെയിം അടിച്ചു കൊടുക്കാം. നമുക്കിഷ്ടമുള്ള നെയിം അടിച്ചു കൊടുക്കാം. അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ പുതിയൊരു ഫോൾഡർ നമ്മൾ സിസ്റ്റത്തിലൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പുതിയൊരു ഫോൾഡറായിട്ട് വരുന്നതായിരിക്കും. ആ വരുന്ന ഫോൾഡറിൽ നമുക്ക് ഈസി ആയിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ആ ഒരു ഫോൾഡറിനെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ദിസ് ഇസ് വെയർ യു ക്യാൻ അപ്ലോഡ് യുവർ ഓൺ ഡോക്യുമെൻറ്റ്സ് എന്ന് നേരത്തേതിലും കാണിക്കും, ഇതിലും കാണിക്കും. ഈ റൺ ചെയ്യുന്ന നിന്നതിന് ശേഷം ഇവിടെ നോ ഫയൽസ് എറ്റ് എന്നൊക്കെ എഴുതി കാണിക്കുന്നു. അതായത് ഞാൻ ഇതുവരെ ഒരു ഫയലും അപ്ലോഡ് ചെയ്തിട്ടില്ല. ഈ മുകളിലോട്ടുള്ള ആരോ ചിഹ്നം, അതായത് അപ്ലോഡിങ്ങിൻ്റെ ആരോ ചിഹ്നം കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ 2 ഓപ്ഷൻ വരും, അപ്ലോഡ് ഫ്രം ഫയൽസ് ഓർ കണ്ടന്റ് ഫ്രം എനി അതർ ആപ്സ്. അപ്പോൾ ഫയൽസ് കൊടുക്കുക. മൊബൈൽ ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഇൻറ്റേർണൽ മെമ്മറിയിലോട്ട് പോകും. അതിൽ നമ്മൾ എവിടെയാണോ സേവ് ചെയ്തിരിക്കുന്നത് അതിൽ പോയിട്ട് അതായത് നമ്മൾ സ്കാൻ ചെയ്ത് സൂക്ഷിച്ചിട്ടുള്ള ആ ഒരു ഫോൾഡർ ഉണ്ടല്ലോ, ആ ഫോൾഡറിലോട്ട് പോയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഫയൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം അപ്ലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ വലതുവശത്ത് താഴെയായിട്ട് കിടപ്പുണ്ട്. അപ്ലോഡ് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ റൺ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഈ നോട്ടിഫിക്കേഷൻ പാനലിൽ ഇങ്ങനെ അപ്ലോഡിങ് എന്ന് എഴുതി കാണിക്കും. അപ്ലോഡിങ് എന്ന് എത്ര ശതമാനം അപ്ലോഡായെന്ന് നമുക്ക് എഴുതി കാണിച്ചുകൊണ്ടേയിരിക്കും. കണ്ടില്ലേ, ഞാൻ എൻ്റെ ലൈസൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ലൈസൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ലൈസൻസ് അപ്ലോഡ് ചെയ്യുന്നത്. നമുക്ക് സിസ്റ്റത്തിൽ എങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ആദ്യം നമ്മൾ DigiLocker എന്ന് പറയുന്ന ആ ഒരു സൈറ്റിലോട്ട് പോവുക. അതായത് DigiLocker.gov.in എന്ന് പറയുന്ന ആ സൈറ്റിലോട്ട് പോവുക. പോയതിന് ശേഷം ഇതവിടെ സൈൻ ഇൻ ഉണ്ട്. നമ്മൾ സൈനപ്പ് നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ സൈൻ ഇൻ കൊടുക്കുക. നമ്മുടെ യൂസർ ഐഡിയും പാസ്വേഡും കൊടുക്കുക. നമ്മളിങ്ങനെ ആദ്യമായിട്ടാണ് ഇതിൽ ലോഗിൻ ചെയ്യുന്നതെങ്കിൽ ഒരു വിൻഡോ ഓപ്പൺ ആയിരിക്കും. അതായത് നമുക്ക് ആധാർ ലിങ്ക് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഫോൺ നമ്പർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷനിൽ ആധാർ കൊണ്ട് ഉപയോഗമുള്ളൂ. 3ാമത്തെ ഓപ്ഷൻ അപ്ലോഡഡ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഈ ഒരു ഇതിലും ആദ്യം ഡോക്യുമെന്റ്സും മൈ ഡോക്യുമെന്റ്സും അതോടൊപ്പം സർട്ടിഫിക്കറ്റ്സ് എന്നും പറഞ്ഞ് 2 ഫോൾഡർ ഉണ്ടായിരിക്കും. ഈ 2 ഫോൾഡറിലും ഓട്ടോമാറ്റിക്കലി നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല. ഞാൻ പലതവണ നോക്കി, നടക്കാതെ വന്നപ്പോൾ ഞാൻ ആ 2 ഫോൾഡറിനെ ഡിലീറ്റ് ചെയ്തിട്ട് ഇവിടെ ഈ ഫോൾഡർ പ്ലസ് ഫോൾഡർ എന്ന് കിടക്കുന്നില്ല, അതിൽ പോവുക. അപ്പോൾ നമുക്കൊരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഫോൾഡറാണ് ഈ മൈൻ എന്ന് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം നമുക്ക്. ന്യൂ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. നമുക്ക് ഈ ഒരു പെൻസിൽ കണ്ടോ, ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ എഡിറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഫോൾഡർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ അപ്ലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മൾ എവിടെയാണോ സേവ് ചെയ്തിട്ടുള്ളത് അവിടെ പോവുക. അവിടെ പോയി ആ സേവ് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫയൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഓപ്പൺ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഈ
അപ്ലോഡ് ആവുന്നത് ഇങ്ങനെ കാണിക്കുന്നു. എത്ര ശതമാനം അപ്ലോഡ് ആകുന്നതെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്ലോഡായി കഴിയുമ്പോൾ ഇങ്ങനെ നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി കൺഗ്രാറ്റ്സ് ഓൺ യുവർ ഫസ്റ്റ് അപ്ലോഡ്, വൈ നോട്ട് ലെറ്റ് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി നോ അബൌട്ട് ദിസ്. അതായത് നമുക്ക് നമ്മൾ ഈ ഡിജി ലോക്കറിൽ യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഷെയർ ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, പേടിക്കണ്ട. ഇനി നമുക്ക് ഇതിന് ഡോക്യുമെന്റ് ടൈപ്പ് സെലക്ട് ചെയ്യാം. ഡോക് ടൈപ്പ് നടക്കുന്നതിൻ്റെ ഐയിൽ കൊടുക്കുക. ഐ എന്ന് പറയുന്ന ഇത് ഓപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ നമുക്ക് ഏതാണോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അത് കൊടുക്കുക. ഞാനിപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അത് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുക, സേവ് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ഇത്ര ഈസി ആയിട്ടുള്ളൊരു സംഗതിയാണ് ഈ ഡിജി ലോക്കറിലോട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഇത്രയും ഈസിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് വളരെ ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്. ബൈ.